ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അങ്കമാലിയിലാണ്. കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിൻ്റെ സംസ്ഥാനതല വിതരണോത്സവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ്. കൃഷിഭവൻ്റെ സേവനങ്ങളൊക്കെ കുറേ കൂടി സ്മാർട്ട് ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ കൂടുതൽ പേര് സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇനി കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ മാറ്റങ്ങൾ. അങ്കമാലിയുടെ പ്രിയങ്കരനായ MLA ശ്രീ റോജി എം ജോൺ, കൃഷി വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള IAS, ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ, മുൻ MLA ശ്രീ PJ റോയി, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, കർഷക പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വേദിയിലുള്ള സദസ്സുമെല്ലാം ഉള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവർ, വലിയ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കർഷകർക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് എന്നത് അത്രയേറെ സന്തോഷം നൽകുന്ന കാര്യമാണോ എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷേ ഒരുപാട് തിരിച്ചറിയൽ കാർഡുകൾ നമുക്കുണ്ടല്ലോ. ആധാർ കാർഡായാൽ, ഇലക്ഷൻ ID കാർഡായാൽ, ഒരുപാട് കാർഡുകൾ നമ്മുടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കർഷകരിൽ നല്ലൊരു പങ്കൻ ആളുകളും അത്തരം കാർഡുകൾ ഉപയോഗിക്കുന്നവരുമാണ്. എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു സഹായകമായി ഈ കാർഡുകൾ നമുക്ക് ഉപയോഗപ്പെടുകയില്ല. മറ്റ് എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗപ്പെടുന്നെങ്കിലും കൃഷി കാര്യങ്ങൾക്ക് ഒരു കർഷകന് വേറെയും കുറേ സഹായങ്ങൾ ആവശ്യമാണ്. അതിന് ഉപകരിക്കുന്ന തരത്തിലുള്ളൊരു കാർഡ് എന്നതിനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 13ഓളം വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള കർഷകർക്കായിരുന്നു കൃഷിമന്ത്രിയിൽ നിന്ന് ഈ ഒരു ആദരവും അതേപോലെ തന്നെ അംഗീകാരവും എന്ന നിലയിൽ കൃഷി തിരിച്ചറിയൽ കാർഡ് ലഭ്യമായത്. ആ ഒരു 13 പേരിൽ ഞാനും ഉൾപ്പെട്ടു എന്നുള്ളത് വളരെ ഭാഗ്യമായും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായും കരുതുന്നു. ഈ 13 പേരിൽ ഓരോരുത്തരും ചെയ്യുന്ന മേഖലയെപ്പറ്റിയും അവർക്ക് ലഭിച്ച അവാർഡുകളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കൃഷിയെ ഒരു തൊഴിലായും അതുപോലെ തന്നെ പാഷനായും കണ്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല ആശയങ്ങളുള്ള വ്യക്തികൾ, അവരിൽ കുറച്ചുപേരെയൊക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നമ്മുടെ മന്ത്രിയുടെ പ്രസംഗത്തിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ആശുപത്രികളല്ല, പുതിയ പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുക എന്നുള്ളതല്ല, ആരോഗ്യകരമായ ഭക്ഷണശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. സാധിക്കുന്നത്ര എങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു ചെടി പോലും നടാനായിട്ട് മടിയുള്ളവരുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനായിട്ട് നമുക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് കർഷകരെയാണ്, നിങ്ങളെ ഓരോരുത്തരെയുമാണ്. കൃഷിമന്ത്രിയുടെ വാക്കുകളിലൂടെ കൂടുതൽ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനവുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൊച്ചു വ്ളോഗ് വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. എങ്കിലും ഉള്ളതുകൊണ്ട് ചെറിയൊരു മെമ്മറി പോലൊരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.